ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരത് പവാർ നേതൃത്വം നൽകുന്ന NCP കേന്ദ്രീകരിച്ചാണ് അഭ്യൂഹങ്ങൾ മുഴുവൻ. അപ്പോൾ ശരത് പവാറിന്റെ NCPയും NDAയുമായുള്ള ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുന്നു. രണ്ട് NCP നേതാക്കൾ ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയെ കണ്ടു. സജിൻ വിശദാംശങ്ങളുമായി മുംബൈയിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. സജിൻ, കുറേ കാലമായുള്ള ചർച്ചയാണ്. പവാറിന്റെ കാലം കഴിയുന്നു, സുരക്ഷിതമായി ആ പാർട്ടിയെ ഒരു പാളയത്തിൽ എത്തിക്കണം. മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ പങ്കുചേരാതെ മാറി നിൽക്കുന്ന ആത്മഹത്യാപരമാണെന്ന് പവാർ അടുത്ത വൃത്തങ്ങളോട് സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന കരുനീക്കങ്ങൾ? PG, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് ശേഷം NCP ശരത് പവാർ വിഭാഗത്തിൽ മറ്റൊരു ഓപ്ഷൻ, അത് NDAയിലേക്കെങ്കിൽ NDAയിലേക്ക്, അത് പൂർവാധികം ഭരണം പിടിച്ചെടുത്തുള്ള ഒരു മാറ്റം വേണമെന്ന് ആ പാർട്ടിക്കകത്ത് തന്നെ ആവശ്യം ശക്തമാണ്. പക്ഷേ സുപ്രിയ സുലെയും ശരത് പവാറും ആദ്യഘട്ടത്തിലൊന്നും ഈ നേതാക്കളുടെ ആവശ്യത്തോട്, സ്വന്തം MP-മാരുടെയും MLA-മാരുടെ ആവശ്യത്തോട് മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു. ഇന്ത്യ മുന്നണിയിൽ ഉറച്ചു നിൽക്കും. പക്ഷേ ഇതിന് ഏറ്റവും ഒടുവിലായിരുന്നു ഈ NCP SP-യും ഒപ്പം തന്നെ മറുവിഭാഗവും തമ്മിൽ ഒന്നിച്ച് ഒരു ലയനത്തിനുള്ള സാധ്യതകളെല്ലാം അന്വേഷിച്ചു പോയത്. പക്ഷേ അതുണ്ടായില്ല. അതിനു മുൻപ് മരണം സംഭവിക്കുന്നു. അങ്ങനെ ആ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്നു. അതിനിടെ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ ഡീലിമിറ്റേഷൻ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ സുപ്രിയ സുലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. 50% സീറ്റ് വർധന എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കുകയാണെങ്കിൽ അതിൽ ഉപാധികളോടെ പിന്തുണ അറിയിക്കും. ആദ്യം ഈ മണ്ഡല പുനർനിർണയ ബില്ല് തങ്ങളുടെ കയ്യിൽ കിട്ടട്ടെ എന്ന് സുപ്രിയ സുലെ പറയുമ്പോൾ അത് രാഷ്ട്രീയ നീക്കത്തിന്റെ തുടക്കം തന്നെയാണ്. ഇത്രയും കാലം മുഖം തിരിച്ചു നിന്ന സുപ്രിയ സുലെ അടക്കമുള്ള പ്രധാന നേതാക്കൾ ശരത് പവാറും സുപ്രിയ സുലെയും ഈ NDAയുടെ ഒരു ബില്ലിനോട് തങ്ങളുടെ പിന്തുണ അറിയിക്കുന്നത് തീർച്ചയായും വരുന്ന കാലങ്ങളിൽ തങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊരു പ്രഖ്യാപനം കൂടിയാണ്. നേരത്തെ ഈ ബിൽ ലോക്സഭയിലെല്ലാം വന്നപ്പോൾ അതിനെ എതിർത്ത പാർട്ടിയാണ് NCP. 8 MP-മാരുണ്ട് NCP SP-ക്ക് സഭയിൽ. പക്ഷേ മറുവിഭാഗത്തിന് NCP അജിത് പവാർ വിഭാഗത്തിന് ഒരു MP മാത്രമാണ് സഭയിലുള്ളത്. അതിനാൽ തന്നെ വളരെ പ്രധാനപ്പെട്ട പാർട്ടി കൂടിയാണ് NCP SP. അതുപോലെ NCP SP എത്രയും പെട്ടെന്ന് NDAയിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് NDA വിഭാഗത്തിൽ, പ്രത്യേകിച്ചും സംസ്ഥാന നേതാക്കളെല്ലാം ഈ ചർച്ചകളുമായി സജീവമായി നിൽക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം അവസാനിച്ച നിയമസഭാ സെഷനുണ്ട്. അതിന് മുന്നോടിയായി ഫട്നാവിസുമായി ചർച്ചകൾ നടന്നിരുന്നു NCP SP നേതാക്കൾ. ഒപ്പം തന്നെ ഏകനാഥ് ഷിൻഡെ ശരത് പവാറിനെ നേരിട്ട് കണ്ട് ചർച്ച നടത്തി. ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രിയും ജിതേന്ദ്ര വാദും ഒപ്പം തന്നെ ജയന്ത് പാട്ടീലും ഈ ഷിൻഡെയുടെ വസതിയിലെത്തി ചർച്ച നടത്തി. അങ്ങനെ NCP SP നേതാക്കൾ നിരന്തരം അത് ശിവസേന ഷിൻഡെ വിഭാഗവുമായും BJP-യുമായി സംസ്ഥാന തലത്തിൽ ചർച്ച നടത്തുന്നു. അത് കേന്ദ്രം കൊണ്ടുവരാനിരിക്കുന്ന, അടുത്ത മൺസൂൺ സെഷനിൽ കൊണ്ടുവരാനിരിക്കുന്ന ഡീലിമിറ്റേഷൻ ബില്ലിനുള്ള ഒരു ഉപാധികളുടെ പിന്തുണ അറിയിക്കുന്നു. അങ്ങനെ NCP SP ഈ NDAയിലേക്ക് എന്ന ചർച്ചകൾ സജീവമാകുകയാണ്. അതുമായി ബന്ധപ്പെട്ട കരുനീക്കങ്ങൾ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സജീവമാകുകയാണ്. അതിനിടയിൽ തന്നെ സുപ്രിയ സുലെ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. താൻ കോൺഗ്രസിലേക്ക്, തങ്ങളുടെ പാർട്ടി കോൺഗ്രസിലേക്കോ BJP-യിലേക്കോ എന്ന ചർച്ചകൾ ഇപ്പോഴില്ല. അത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കോൺഗ്രസുമായി ലയിക്കുമെന്ന ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതും ഇപ്പോഴില്ല. BJP-യിലേക്കുമില്ല. ഉപാധികളോടെ പിന്തുണ എന്ന് പറഞ്ഞാൽ വരും കാലങ്ങളിൽ തങ്ങൾക്ക് മാറാം എന്നൊരു സാധ്യതയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ശരി സജിൻ, വളരെ ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ. അതിന്റെ വിശദാംശങ്ങളാണ് സജിൻ ശോഭ മുംബൈയിൽ നമുക്ക് നൽകിയത്.